for tomorrow. Tomorrow. ഇവിടെ ഉണക്ക ബഫല്ലോ മീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പേഴ്സും പിന്നെ മരത്തിന്റെ മാസ്ക് പിന്നെ നേപ്പാളി കുർക്കി കത്ത്. നമുക്ക് കുമാരിയെ കാണാൻ ഒരു ചാൻസ് കിട്ടുന്നു തോന്നുന്നുണ്ട്. ഐ സോ ദ ലിവിംഗ് ഗോഡസ്. യെസ്. അപ്പൊ ഇതുപോലെ ചൈനീസിലെ ദേവിയുടെ ആണെന്നോ ദുർഗയുടെ ആണെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ ദുർഗയും ദേവി ഒന്നല്ല, വേറൊരു ദിവസം വരാന്ന്. ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ലാലേട്ടനും ജഗതി ചേട്ടനും കൂടിയിട്ട് ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ കാഠ്മണ്ഡുവിലാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ കാഠ്മണ്ഡുവിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം, പിന്നെ ഇവിടുത്തെ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. രാവിലെ ഒക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ഒരു 3 മണി ആവാറായിട്ടുണ്ട്. നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റണ അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കല്ല യാത്രയാണ്, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഡോർമിറ്ററിയിൽ പരിചയപ്പെട്ടതാണ്, ഒരു ചൈനക്കാരിയാണ്. ഇതാണ് നിക്കി. അപ്പോൾ നിക്കി ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യണ സമയത്ത് എൻ്റെ അടുത്ത് എനിക്ക് ഒരു ബ്രെഡും, അതായത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് കേട്ടോ, ബ്രെഡിൻ്റെ ഇടയിൽ ചീസും അതിൻ്റെ ഇടയിൽ ചോറും. ഇവർ വയലറ്റ് റൈസ് എന്താണ് പറയണേ. ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അത്ര അറിയില്ല, അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ വയലറ്റ് റൈസ് എന്നാണ് അതിൽ എഴുതിയേക്കണേ. ഈ ഒരു സംഭവം കൊണ്ട് തന്ന് ഇന്ന് രാവിലെ പരിചയപ്പെട്ടുള്ളൂ. അവർ ഇന്നലെ വന്നിട്ടുള്ളൂ, ഇന്നലെ രാത്രി വന്ന്. ഞാൻ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നുണ്ട്, കൂടെ വരണമെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഫിലിം ചെയ്യണതിന് കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. അപ്പോൾ നിക്കി ചൈനയില് ജിയാൻസു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താട്ടോ. ഇറ്റ്സ് നിയർ ഷാങ്ഹായുടെ അടുത്തുള്ള ജിയാൻസു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ എൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓണാക്കി വെച്ചിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും ആ കുട്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് അവരുടെ ഫോണിൽ വേറെ അവരുടെ നാട്ടിലെ ഏതൊരു ആപ്പും ആ കുട്ടി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ച് പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ വയറും പിടിച്ചിട്ട് ബാത്റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് പാവം തോന്നി. അങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങുന്നത്. എന്തായാലും ഞങ്ങളിതേ പതുക്കെ നടക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഫ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്റ്റലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഒരു ഡോർമെട്രിയുടെ ഉള്ളിലാണ് താമസിക്കുന്നത്, 6 ബെഡിൻ്റെ ഒരു ഡോർമെട്രി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പതുക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. You went to look for a hostel? I don't know what. Hostel. Not hostel. Hostel. Did you find a hostel? What means hostel? A place to sleep for tomorrow. Tomato. Tomorrow. For tomorrow. Tomato. Not tomato. Tomatoes. The fruit tomato. Sorry, tomorrow. Tomato. Tomorrow. For tomorrow. Did you get a hostel? No. Okay. കണ്ടാ, അപ്പോൾ ഇതുപോലെയാണ്. ഒന്നും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ടുമാറോ എന്ന് പറയുമ്പോൾ ടൊമാറ്റോ എന്നാണ് കേൾക്കണേ. അപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞാൽ അങ്ങനെ പറയാം, കളിയാക്കി പറയില്ല കേട്ടോ. പക്ഷേ അങ്ങനെയാണ് കോൺവെർസേഷൻസ് നടക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാനും പിന്നെ കോഫി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ ചില കഫേസിലൊക്കെ പോയാൽ അവരിങ്ങനെ നല്ല ഭംഗിയായിട്ട് കാപ്പച്ചീനോ ഒക്കെ ഉണ്ടാക്കി തരില്ലേ, കുറേ ആർട്ട് വർക്കൊക്കെ. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നേപ്പാളിൽ വന്നേക്കണേ. ഏകദേശം 1 മാസം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നും കൂടി അവരിവിടെ നിൽക്കുന്നുള്ളൂ ഈ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ. നാളെ ഇങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞ ഇടയ്ക്ക് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു വേറെ റൂം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുമായിരുന്നു, അത് കിട്ടിയോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിങ്ങനെ നടക്കാം കേട്ടോ, കുറേ നേരം നടക്കണോ. ഏകദേശം നമുക്ക് പറഞ്ഞില്ലേ 1.5 കിലോമീറ്റർ 1.5-2 കിലോമീറ്റർ ഉണ്ട്. ബൈക്ക് എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്. പിന്നെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലം കിട്ടുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ശരിക്കും ബൈക്ക് എടുത്ത് പോകുമായിരുന്നു. വൈകുന്നേരം ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, കുറച്ച് ദൂരം മാറിയിട്ട്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് പോകും.
നടക്കുന്ന വഴിയിലൊക്കെ അവിടെ ഇവിടെയായിട്ട് കുറേ അമ്പലങ്ങൾ കാണാണ്ടോ, ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങൾ. മിക്കതും ഇങ്ങനെ ജംഗ്ഷൻ ഉണ്ടാവില്ലേ, ഇപ്പം നമ്മുടെ അവിടെ ഒരു സർക്കിളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അമ്പലങ്ങളാണ്. അമ്പലങ്ങൾ മാത്രമല്ല, ചില ബുദ്ധിസ്റ്റ് സ്തൂപകൾ കാണാം. പിന്നെ പല സ്ഥലത്തായിട്ട് ഇതുപോലെ നേപ്പാളിൻ്റെ ആ ഒരു കൾച്ചർ, അല്ലെങ്കിൽ കാഠ്മണ്ഡു എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇഷ്ടികയും പിന്നെ മരമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ പണ്ടത്തെ. അപ്പോൾ അതുപോലത്തെ ബിൽഡിങ്സും ഇഷ്ടംപോലെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാം. Aswan? Market. Market. Yeah, market. Aswan market. Okay. Market. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസോൺ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെ ചീപ്പായിട്ടുള്ള ഷൂസ്, ഡ്രസ്സുകളൊക്കെ ഇവിടുത്തെ ലോക്കൽസ് വന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ വഴിയിൽ നമുക്ക് വളരെ കുറച്ച് ഇങ്ങനെ ടൂറിസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ. കൂടുതലും ഇവിടുത്തെ ലോക്കൽസ് വന്നിട്ടാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്, ടൂറിസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ബാഗുകൾ, പിന്നെ സോക്സ്, പിന്നെ ഇപ്പോൾ നമ്മൾ നടന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സ്ലീപ്പിംഗ് ബാഗുകൾ, സ്ലീപ്പിംഗ് മാട്രസ്, ഈ ട്രക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ കാണാം മൊത്തം ഇതുപോലെ ഈ ചൈനീസ് ഐറ്റംസ് തന്നെയാണ്. എല്ലാം ചൈനീസ് ഐറ്റംസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോംബെയിലും ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ ഒരു ലോക്കൽ മാർക്കറ്റ്. ഡ്രസ്സും ഷൂസും മാത്രമൊന്നല്ല കേട്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പലതരം വെജിറ്റബിൾസ്, മഷ്റൂം കണ്ടോ, മഷ്റൂമൊക്കെ ഇത് ഫ്രഷ് മഷ്റൂമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആസ്പരാഗസ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് മുളപ്പിച്ച എന്തൊക്കെയോ, എന്താണെന്ന് മനസ്സിലാവണില്ല കേട്ടോ. മുളപ്പിച്ച എന്തൊക്കെയോ സീഡ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചില സ്ഥലത്ത് ഫിക്സ് പ്രൈസിന് എഴുതിയിട്ടുണ്ട്, ചില സ്ഥലത്ത് ഭയങ്കര ഡിസ്കൗണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ചീപ്പാണ്. ഇപ്പോൾ വരുന്ന വഴിയിൽ കണ്ടതാണ്, ഞാൻ കയറി നോക്കിയൊന്നുമില്ല. ഇപ്പോൾ ഇതുപോലെ നൈക്കിയുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഷൂസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു നേപ്പാളി ഒരു 2000 അടുത്താണ് വരുന്നത്. അപ്പോൾ 2000 എന്ന് പറയുമ്പോൾ അത് അത്ര കൂടുതലല്ല, എന്നാലും അങ്ങനത്തെ ആ ഒരു റേഞ്ചിലാണ് പ്രൈസൊക്കെ. നിറച്ച് ഷൂസ് ആട്ടോ ഈ ഭാഗത്തൊക്കെ ഷൂസ്. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ പൊരിയുണ്ട, കപ്പലണ്ടി, ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മെയിനായിട്ട് ഇവിടുന്ന് ട്രക്ക് പോകുന്ന ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകണമാണ് കേട്ടോ. ഭായ് ഇക്കാ ഹോത്താ മീറ്റ് ബഫ്. അച്ഛാ, ഇവിടെ ഉണക്ക ബഫല്ലോ മീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഇടിയിറച്ചിയൊക്കെ പോലെ അതിങ്ങനെ ഉണക്കി വെച്ചേക്കാണ്. നമ്മുടെ നാട്ടിൽ ഈ കോട്ടയത്തും തൊടുപുഴയൊക്കെ പോകുമ്പോൾ ഈ സാധനം മേടിക്കാൻ കിട്ടും. ഏതൊരു ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് കിട്ടുന്നത് പേര് മറന്നുപോയി. ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാ കടകളിലും അതാണ്. ബഫ് മീറ്റ് ഇങ്ങനെ കവറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവില്, പിന്നെ മിക്സ്ചർ പോലെ എന്തൊക്കെ സാധനങ്ങൾ, കപ്പലണ്ടി, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നത് ആസാൻ മാർക്കറ്റിൻ്റെ ആ ഒരു സ്ക്വയറിലേക്ക് എത്തിക്കുകയാണ്. ആ കുട്ടി ഇവിടെ ആ കുട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ സ്പൈസസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ ചെരുപ്പം ഇതൊക്കെ മാറിയിട്ട് എല്ലായിടത്തും ഇതാ കേട്ടോ. അതേ ബഫ് മീറ്റ് എത്രയും നോക്കി ഒക്കെ നിറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ ദീദി ഈ ക്യാവത്തെ മിർച്ചിയാണ് കേട്ടോ. എന്തോ ഒരു തരം മുളകാണ്. പിന്നെ ഷേഷ്വാൻ പെപ്പർ പിക്കിള്, അങ്ങനെ പലതരം മുളകുകളും അച്ചാർ, ഉപ്പിലിട്ട സാധനങ്ങൾ. പിന്നെ ഈ മീറ്റ് തന്നെ പാക്ക് ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പാക്ക് ചെയ്തത്. പിന്നെ ഇവിടെ ചുർപ്പി ഉണ്ട്, യാക് ചീസ് ചുർപ്പി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ये कितना है? पैकेट का 1250. ये एक के जी ഹാഫ് കെ ജി 1250 രൂപയാണ് കേട്ടോ, 1/2 കിലോ ഡ്രൈഡ് ബീഫിന്. ആസാൻ മാർക്കറ്റിൻ്റെ അവിടുന്ന് ദർബാർ സ്ക്വയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തെ തിരക്ക് കണ്ടാണല്ലോ, അത്രയും തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ജനക്കൂട്ടമാണ്. ഈ പൂരത്തിന് തിരക്കുള്ള പോലെ എനിക്ക് തോന്നണം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ എവിടേക്കോ ഒരു കൊൽക്കത്തയുടെ ഏതോ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പഴയ ബിൽഡിങ്സ് കാരണമാണോ ഈ വഴികളും തിരക്കും കാരണമാണെന്ന് അറിയില്ല. നല്ല ഹോണടി ഉണ്ട് ഇവിടെയൊക്കെ. ലേഡീസ് അങ്ങനെ ആക്സസറീസും പിന്നെ അവരുടെ സാരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. നടക്കാൻ തന്നെ വഴിയില്ല കേട്ടോ, അത്രയും തിരക്കാണ്. പണ്ട് കാലത്തെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ മീൻ കച്ചവടത്തിന് വരാറില്ലേ, അതുപോലെ ഒരു മുളയുടെ കമ്പിൻ്റെ 2 സൈഡിലും ഒരു ബാസ്ക്കറ്റ് തൂക്കിയിട്ട്, 2 ബാസ്ക്കറ്റ് തൂക്കിയിട്ട് അതിൻ്റെ അകത്ത് മഷ്റൂം ഉണ്ട്, പിന്നെ എന്തോ ഒരു മുളകുണ്ട്, ആസ്പരാഗസ് ഉണ്ട്. ഇന്ത്യ സെ കേരള. अच्छा, how did you like it? I good like Beautiful place. Okay, thank you. घूमा हूँ, चेन्नई भी घूमा. अच्छा, वहाँ का ब्रिज बहुत अच्छा है चेन्नई का. अच्छा, thank you जी. Bye. Bye bye.
ഈ ഒരു ഭാഗത്തുണ്ടല്ലോ പപ്പറ്റ്സും പിന്നെ മരത്തിൻ്റെ മാസ്ക് പിന്നെ നേപ്പാളി കുർക്കി കത്തികളൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട് കേട്ടോ. ഇത് രസമാണെന്നറിയോ, എല്ലാം പഴയ ഇങ്ങനെ ടൈപ്പ് മാസ്കുകളാണ്. ഇവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്തവർ കൊണ്ട് വെച്ചേക്കണാണ്. ചിലത് ചെറുതുണ്ട്, ചിലത് വലുതുണ്ട്. പിന്നെ പപ്പറ്റ്സിൽ തന്നെ പലതുണ്ട്. ഗണപതിയുടെ തലയുള്ള പപ്പറ്റ്, പിന്നെ ഇവിടുത്തെ കുമാരി എന്ന് പറഞ്ഞിട്ടുള്ള ലിവിങ് ഗോഡസ് ഉണ്ട്. അപ്പോൾ അത് ആ കുമാരിയുടെ മുഖത്തിൻ്റെ ചായയുള്ള പപ്പറ്റ്സ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഈ ഒരു കട കാണാൻ. അതിൻ്റെ അകത്തേക്ക് അവരത്ര എൻ്റർടൈൻ ചെയ്യുന്നില്ല വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് നിന്ന് കാണിക്കുന്നത്. നടന്ന് നമ്മളിത് ദർബാർ സ്ക്വയറിൻ്റെ അടുത്ത് എത്തിയേക്കാണ് കേട്ടോ. കാഠ്മണ്ഡുവിൽ 3 മെയിൻ ദർബാർ സ്ക്വയർ ആണ് ഉള്ളത്. ഒന്ന് ഇത് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ, പിന്നെ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് 2 ഉള്ളത്. ഒരെണ്ണം പത്തൻ ദർബാർ സ്ക്വയറും പിന്നെ ഒരെണ്ണം ഭക്തപൂർ ദർബാർ സ്ക്വയർ കേട്ടോ. ഇതിൽ ഭക്തപൂർ ദർബാർ സ്ക്വയർ നല്ല ഭംഗിയുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഏറ്റവും ഫേമസ് ഈ കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ ആണ് കേട്ടോ. നിറച്ചും പ്രാവുകളോ അങ്ങനെയൊക്കെ പറന്നു പോകണതാണ്. എന്ത് രസമാണെന്ന് ഈ ഭാഗത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ബൈക്കിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞു. ഒത്തിരി സമാധാനമുണ്ട് കേട്ടോ. ഭയങ്കര ശബ്ദവും ഭയങ്കര ഹോണടിയും ആൾക്കാർ കാരണം നടക്കാൻ പറ്റാത്ത പോലെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ പ്രാവുകൾ ഇരിക്കുന്നുണ്ട്. എല്ലാം മരത്തിൻ്റെ കൊത്തുപണിയാണ്. ഇതൊക്കെ മരത്തിൻ്റെ കൊത്തുപണി. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഫ്രില്ല് പോലെ എന്തോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലുണ്ട്. പിന്നെ ഇതെന്താ ഗരുഡനാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അങ്ങനെ ഗരുഡൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഏതോ ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഒരു സിംഹത്തിൻ്റെത്. ഈ ഒരു സംഭവം മൊത്തം കോപ്പർ പ്ലേറ്റ് ചെയ്തേക്കാണ്. On this, okay. Cafe. Okay. 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 See you then. Bye. Okay. See you. Bye. കാഠ്മണ്ഡു സ്ക്വയറിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാർക്ക് കൺട്രീസിലുള്ളവർക്കൊക്കെ 500 നേപ്പാളി റുപ്പിയും ബാക്കിയുള്ള രാജ്യക്കാർക്ക് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിക്കി പറഞ്ഞു നിക്കി കയറുന്നില്ല, അത്രയും രൂപ എടുത്ത് കൊടുക്കാനില്ല. അതുകൊണ്ട് അവിടെ ഒരു കഫേയിൽ പോയിരിക്കാമെന്ന് വേണ്ട. അവിടെ ആ കാണുന്നൊരു കഫേ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിരിക്കാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ ചെയ്ത് ആ ഭാഗത്തു കൂടെ നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നിക്കി അങ്ങോട്ട് പോയി. ഞാൻ കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിനകത്തേക്ക് കയറി. ഒരു കഴുത്തിലിടാൻ ഒരു മാലയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരും അത് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഒരു ബാഗിലിട്ട് നാണക്കേട്. അപ്പോൾ ഇതിന് ഹനുമാൻ ധോക്ക ദർബാർ സ്ക്വയർ എന്ന് ഒരു പേരുണ്ട്. പിന്നെ ഈ ഒരു റീജിയൻ്റെ പേര് ബസൻപൂർ എന്നാണ്. അപ്പോൾ ബസൻപൂർ ദർബാർ സ്ക്വയറിനും ഈ ഒരു ഭാഗത്തിന് പേരുണ്ട് കേട്ടോ. 2015 എർത്ത് ഇവിടെ പല ബിൽഡിങ്സും ഇങ്ങനെ തകർന്ന് മണ്ണടിച്ചതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു ഭാഗം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ, പിന്നെ അതിൻ്റെ മുകളിൽ മരം കൊണ്ടുള്ള ഇങ്ങനെ കൊത്തുപണികളൊക്കെ ഉള്ള ഫ്രെയിമുകളും, പിന്നെ അവിടെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ ക്രിക്കറ്റ് കളിക്കുന്നു. അവിടെ കുറച്ച് പെൺകുട്ടി എന്തത് ഔട്ടായതിൻ്റെ സന്തോഷമാണ്. അവിടെ കുറച്ച് പെൺകുട്ടികൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നേപ്പാളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസാണോ റീലാണോ അങ്ങനെ എന്തോ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കയറി വരുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഈ സ്റ്റാച്ചു കാണുമ്പോൾ നമ്മൾ ദേവിയുടെ ആണെന്നോ ദുർഗയുടെ ആണെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ ദുർഗയും ദേവി ഒന്നല്ല, അത് ശിവനാണ്, ഭൈരവനാണ്. രുദ്രമൂർത്തിയായിട്ടുള്ള ഭൈരവൻ്റെ ഒരു ഗ്രാനൈറ്റിൽ തീർത്തൊരു വലിയ പ്രതിമയാണ്. പക്ഷെ അത് ഒറിജിനലി അത് ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നതല്ല കേട്ടോ. ഇത് പിന്നെ പിൽക്കാലത്ത് കൊണ്ടുവച്ചതാണ്. ഇത് ഈ ഒരു ഐഡൽ എവിടെയോ ഈ കാഠ്മണ്ഡു സിറ്റിയുടെ നോർത്ത് ഭാഗത്ത് എവിടെ നിന്നോ കിട്ടിയിട്ട് അവരിവിടെ കൊണ്ടുവന്ന്, അതായത് ഒരു കാലത്തൊരു രാജാവ് കേട്ടോ, നല്ല ഡൈനാസ്റ്റിയിൽ പെട്ട ഏതൊരു രാജാവ് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളുടെയും ഡീറ്റെയിൽസ് ഈ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. പേപ്പറല്ല, ഒരു പാംഫ്ലെറ്റ് പോലെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങുകളുടെ എല്ലാ ഡീറ്റെയിൽസും, എന്തൊക്കെയാണ് പേര്, എന്തൊക്കെയാണ് അതിൻ്റെ കഥ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേപ്പറിലുണ്ട്. പക്ഷേ അത് മൊത്തം ഞാൻ വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഹിസ്റ്ററി ക്ലാസ് പോലെയും. അപ്പോൾ ഞാൻ കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം കേട്ടോ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ
സ്ക്വയറിന്റെ പണി 3-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിന് ചുറ്റും കാണുന്ന ഈ അമ്പലങ്ങളെല്ലാം 16-ാം നൂറ്റാണ്ടിൽ മല്ല രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. നേവാർ ആർക്കിടെക്ചർ സ്റ്റൈൽ എന്നാണ് ഇതിന് പറയുന്നത്. ഹനുമാൻ ധോക്ക എന്ന മറ്റൊരു പേരുള്ള ഈ സ്ക്വയറിന്റെ അകത്ത് 50 അമ്പലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മ്യൂസിയം ഓഫ് ടെമ്പിൾസ് എന്നും പറയാറുണ്ട്. കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഇവിടെ പോകുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. കുട്ടികളുണ്ട്, പ്രായവരുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെ നല്ല രസമാണ് ഇവിടുത്തെ ഒരു വൈബ്. ഇതേപോലെ സൈഡിലൊരു ചേട്ടൻ ഫ്ലൂട്ട് വായിക്കുകയാണ് കേട്ടോ. ചേട്ടൻ ഫ്ലൂട്ട് വിൽക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് ചേട്ടൻ ഇങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ആ ചേട്ടൻ അത് വായിക്കുന്നില്ല. നമ്മളിത് കടന്നു വന്ന ഉടനെ ഈ ഭാഗത്ത് കാണുന്ന ഇത് ശിവപാർവതി ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ മുകളിൽ ശിവന്റെയും പാർവതിയുടെ ഒരു നേപ്പാളി സ്റ്റൈൽ ഒരു വിഗ്രഹമല്ല, അതായത് അവർ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഇടയിൽ നിന്ന് ആ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്ന പോലത്തെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ, അതാണ് കുമാരി ഘർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിവിങ് ഗോഡസ് എന്ന് പറയുന്നത് അത് 1757 പണിതാണ് കേട്ടോ ആ ഒരു ബിൽഡിങ്. അപ്പോൾ കുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേപ്പാളിൽ പ്രീ അഡോളസെൻ്റ് ഏജിലുള്ള പെൺകുട്ടികൾ, അത് ഏതോ ഒരു പ്രത്യേക കാസ്റ്റിൽപ്പെട്ട സ്ത്രീകളെ മാത്രമേ എടുക്കുള്ളൂ, സ്ത്രീകളല്ല പെൺകുട്ടികളെ, അവരെ അവർ ദൈവമായിട്ട് കാണും. പിന്നെ ആ പെൺകുട്ടികൾക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡൽഹുഡിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറി വേറെ ഒരു കുമാരീനെ അവർ സെലക്ട് ചെയ്യും. അപ്പോൾ അതിൽ ഇവിടുത്തെ കുമാരിയാണ് കേട്ടോ ഏറ്റവും ഫേമസ്. റോയൽ കുമാരി ഓഫ് കാഠ്മണ്ഡു എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് നടക്കാം. ഈ കുമാരികളെ നേപ്പാളീസ് ദൈവമായിട്ട് തന്നെയാണോ ശരിക്കും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിന് കുറേ ജനലുകൾ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ജനലുകളാട്ടോ, ഇതൊക്കെ ജനലുകളാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കാണാം, അങ്ങോട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുമാരി ഇടയ്ക്കിടയ്ക്കായിട്ട്, അങ്ങനെ എനിക്ക് ടൈമിങ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ദിവസത്തിലെ ഏതോ ഒരു നേരത്തെ കണ്ടായിട്ട് വരുള്ളൂ. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കടന്നു നോക്കാം. കുമാരി ഘർ എന്നാണ് പേര്. Five PM. I think She comes every day. yeah. Okay. നമുക്ക് കുമാരിയെ കാണാനൊരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 5 മണിക്ക് ഇവിടെ കുമാരി വരുന്നു പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹലോ, ആ കുട്ടി എന്നെ തന്നെ ഇങ്ങനെ നോക്കി ഇരിക്കുക കേട്ടോ. അവിടെ സെക്യൂരിറ്റി അവിടെ നിന്ന് ചാടിച്ചു വിട്ടു, ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ഇവിടെ സെക്യൂരിറ്റി വന്ന് എല്ലാവരുടെ അടുത്ത് മെയിറ്റ് നിൽക്കാനൊക്കെ പറയാം കേട്ടോ. അപ്പം നമുക്ക് പെർമിഷൻ ഇല്ല കണ്ടോ, ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല കുമാരിയുടെ. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ കാണട്ടെ. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ചാൻസ് ആണ് കേട്ടോ. കുമാരി വന്ന് അവിടെ നിന്നു കേട്ടോ. അവിടെ മുകളിലൊരു കിളിവാതിൽ പോലെയുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ മൾട്ടിപ്പിൾ പ്രാവശ്യം ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് ആൾക്കാർ മോണിറ്ററൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഒരു ചെറിയ പെൺകുട്ടി കേട്ടോ, മുഖത്ത് നിറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഈ കണ്ണിൻ്റെ വാലിങ്ങനെ നീട്ടി എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു പെൺകുട്ടി. അപ്പോൾ ഞാൻ കറക്റ്റ് സമയത്താണ് ഇവിടെ വന്നത്. ഞാൻ വന്നിട്ട് മാക്സിമം 2 മിനിറ്റ് പോലും ഇവിടെ നിന്നുണ്ടാവില്ല. അപ്പോഴത്തേക്കും ആ പെൺകുട്ടി ഇറങ്ങി വന്നു കേട്ടോ. ഈ ദർബാർ സ്ക്വയറിൻ്റെ ഭാഗത്തൊക്കെയാണ് കേട്ടോ നമ്മുടെ യോദ്ധ സിനിമ ഷൂട്ട് ചെയ്തേക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് തോന്നുന്നത് ആ വില്ലൻ്റെ വൈഫൊക്കെ ഇരിക്കുന്നത് ഇതുപോലത്തെ ഏതൊക്കെയോ ഭാഗങ്ങളിലല്ലേ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ആ ഒരു ഇത് മാത്രമായിരിക്കില്ല കേട്ടോ, വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും കുമാരി വന്നു കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും എല്ലാവരും പോയി. ഈ ഒരു കോട്ടയാട് മൊത്തം എംപ്റ്റി ആയിട്ടോ. അപ്പോൾ ഈ നമ്മുടെ യോദ്ധ സിനിമയിൽ തന്നെ ആ ഉണ്ണിക്കുട്ടൻ്റെ ക്യാരക്ടറൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും. ചെറിയൊരു പെൺകുട്ടി, ഈ പെൺകുട്ടി കുമാരിയായിട്ടിരിക്കുന്ന അത്രയും കാലം ഈ പെൺകുട്ടിയുടെ കാല് നിലത്ത് തൊടാൻ പറ്റില്ല കേട്ടോ. ആൾക്കാർ ആ കുട്ടീനെ എടുത്തുകൊണ്ടാണ് നടക്കുക. എനിക്ക് തോന്നുന്ന ഒരു 10 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ 10 വയസ്സിൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ മുകളിൽ ആ ഒരു ഭാഗത്ത് അവിടെ വന്നിട്ടാണ് ആ പെൺകുട്ടി നിന്ന് കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കുമാരി ദിവസത്തിൽ രാവിലെ 10 തൊട്ട് 1.5 മണിക്കൂർ, 10 മണി തൊട്ടിട്ട് 1.5 മണിക്കൂർ 11 വരെയും, വൈകുന്നേരം 4 തൊട്ട് 5:30 വരെയുള്ള സമയത്താണ് ആ കുട്ടിക്ക് തോന്നുമ്പോൾ മാത്രമാണ് അവിടെ വന്നിട്ട് ദർശനം തരുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക്, അതായത് മൾട്ടിപ്പിൾ പ്രാവശ്യം ഉണ്ട് കേട്ടോ. ഈ ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂറിൽ ആ കുട്ടിക്ക് തോന്നുമ്പോൾ അവിടെ വന്ന് ദർശനം കൊടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനൊന്നും ആ പെൺകുട്ടിയുടെ മുഖത്തില്ല. ആ കുട്ടി എനിക്കൊരു മടുത്ത ഫീലൊക്കെയാണ് തോന്നിയത് കേട്ടോ കുട്ടിയുടെ മുഖം കാണുമ്പോൾ. ഞാൻ അങ്ങനെ ഇവരെ ഇൻസൾട്ട് ചെയ്ത് പറയുന്നില്ല, പക്ഷെ ആ കുട്ടി ഇങ്ങനെ വന്ന് നിൽക്കണമല്ലോ, അതിന് വേണ്ടി വന്ന് നിൽക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിവിടെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൻ്റെ അകത്തേക്കൊന്നും ഞാൻ കയറുന്നില്ല.
എമർജൻസി കേസായിട്ട് ആംബുലൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പതുക്കെ ഈ ഭാഗമൊക്കെ ഒന്നും കൂടി നടന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് നിക്കിയുടെ അടുത്തേക്ക് പോകാം. ആ കുട്ടി കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുവന്നല്ലേ, എന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് കറങ്ങി കിടന്നത് മോശമല്ല. നിക്കിനെ ഞാൻ ഫോൺ വിളിച്ചു. നിക്ക് ഇതേ താഴെ ഇറങ്ങി റെഡി ആയി നിൽക്കുന്നുണ്ട്. വാട്ട് ഡിഡ് യു ഡു? Would you want to drink something? No, we will walk around and try to have something local street food. Oh, okay. Yeah? Do you mind? Do you like to eat? Okay. What? Okay. 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 What did you had? Coffee? No. Peach iced water. Peach ice water? Yeah. Okay. I saw Kumari, the living goddess. ഒന്നുമില്ല, ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് ഇത് വേണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഐ സോ ദ ലിവിങ് ഗോഡസ് കുമാരി. Oh. യെസ്. Wow. അപ്പോൾ ദേ ഇതുപോലെ ചൈനീസിൽ എഴുതി വരും. But they said just in morning you can say. മോർണിംഗ് 10 o'clock, evening 4 to 5. Oh. Yeah. Okay. Maybe another day you can come and... No? Huh? Maybe another day. You can come another day. വേറൊരു ദിവസം വരാന്ന്. I don't know what it means. I don't know. I can't understand. 1962 തുടങ്ങിയതാണ് കേട്ടോ ഈ മോമോ കട. നിറച്ച് ആൾക്കാർ ഇതിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. സീറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ പുറത്തിരുന്ന് കഴിക്കേണ്ടി വരും. ആരുമില്ല, ഒരു മനുഷ്യനില്ല, എല്ലാ സീറ്റും ഫുള്ളാണ്. അവിടെ ആ ഒരു സൈഡിൽ ഗ്യാപ്പ് ഉണ്ട്, അവിടെ പോയിരിക്കാം. വൺ ബഫ് മോമോ 180. ഞാനിവിടെ ജോൽ മോമോ എന്ന് പറഞ്ഞൊരു മോമോ തപ്പിയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ ആ മെനുവിൽ നിന്നും ജോൽ മോമോ കാണാനില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബഫ് മോമോ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ആളുടെ അടുത്ത് ചോദിക്കുന്നത് ജോൽ മോമോ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ കാണുന്നതാണ് കേട്ടോ ജോല്. അപ്പോൾ ജോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പാണ്. അപ്പോൾ മോമോസ് മേടിച്ചിട്ട് നമുക്ക് ഈ സൂപ്പ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കാം. അപ്പോൾ അതാണ് ജോൽ മോമോ. അപ്പോൾ അത് സമയമെടുക്കും, കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു. ടോക്കൺ തന്നിട്ടുണ്ട്, നമുക്ക് അവർ വിളിക്കും. ടോക്കൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മേടിക്കാം. ദിസ് മോമോ കോൾഡ് ഇൻ ചൈനീസ് 饺子. what? 饺子. 饺子. Yes, my mother can make this. Momo. 饺子. 饺子. Okay. 饺子. This your mom. Eh? അപ്പോൾ ഇത് നിക്കിയുടെ അമ്മ ഉണ്ടാക്കിയ മോമോസ് ആണ് കേട്ടോ. Yeah. 饺子. 饺子. അപ്പോൾ ഞങ്ങളിങ്ങനെ മോമോസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സൂപ്പ് ഒഴിച്ച് തട്ടാം. ഒരു പ്ലേറ്റ് ആയിട്ട് മേടിക്കുള്ളൂ, ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വയറുണ്ടാവണല്ലോ, അതിന് വേണ്ടിയിട്ട്. It's different than China 饺子. 饺子. It's spicy. It's good. You didn't like it? A little spicy. Spicy. And salt. Salt. പിന്നെ അങ്ങനെ പൊട്ടിച്ചാലാണ് ആ സൂപ്പൊക്കെ ആയിട്ട് അങ്ങനെ മിക്സ് ആവുള്ളൂ. അടിപൊളി മോമോ കേട്ടോ. പിന്നത്തെ മോം ബീഫല്ല ബഫാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, കുറച്ച് സ്പൈസിയാണ്. അതായത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് അത്ര സ്പൈസി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഫോറിൻ ടൂറിസ്റ്റ് വരുന്നവർക്ക് കുറച്ചൊരു സ്പൈസി ഒരു ഇതാണ്. പിന്നെ ആ സൂപ്പിനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അവർ പറയുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെയും നാട്ടിലത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻസിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല കേട്ടോ. എനിക്കതിനത്ര സൂപ്പ് കുടിക്കുമ്പോൾ ഉപ്പ് കൂടുതൽ തോന്നുന്നുണ്ട്. ശരിയാ, ഉപ്പ് കൂടുതലാണ്. പക്ഷേ എരിവ് അങ്ങനെ കാര്യമായിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓരോ സാധനങ്ങൾ കൊണ്ട് നടക്കുക കേട്ടോ. എന്തോ മിൻറ്റാണ് കേട്ടോ, എന്തോ മിൻറ്റിൻ്റെ ഒരു സാധനം. പിന്നെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ. എനിക്ക് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ടിഷ്യൂ പേപ്പർ വരും. ഓക്കെ, താങ്ക് യു. അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്, കഴിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ വാട്ടർ ബോട്ടിൽ കയ്യിലുള്ളത് എല്ലാം ചൈനയിൽ നിന്നാണ്. എല്ലാം ചൈനയിൽ നിന്ന് മേടിച്ചുകൊണ്ട് നിൽക്കാം. ബ്രെഡിൻ്റെ പൊതി 10 ബ്രെഡ് സാൻഡ്വിച്ച് 10 എണ്ണം അത്ര കൊണ്ട് നിൽക്കണം. അതിലാണ് എനിക്ക് ഒരെണ്ണം തന്നെ കൊള്ളടാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചക്കയുടെ ഫ്ലേവറില്ല, അതായത് ചക്കപ്പഴമല്ലേ, ചക്കപ്പഴത്തിൻ്റെ ഫ്ലേവറിൽ ഒരു മിഠായി തന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ പേരൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു എനിക്ക്.
Cookie from China. Cookie. താങ്ക് യു. Candy too from China. Candy. I'm good. Thank you. No. ഞങ്ങൾ മങ്കി ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു, ഇരുട്ടായി തുടങ്ങി. പക്ഷേ നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്, ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. How many kilometers to Monkey Temple? Monkey Temple, how many kilometers? പഴയ നമ്മുടെ മാരുതി കാറാണ് കേട്ടോ. How many kilometers from here? 3.5. ഓക്കെ. അപ്പോൾ 3.5 കിലോമീറ്റർ ഉണ്ട്. അതിന് 500 രൂപ കേട്ടോ 2 പേർക്ക്. ഞങ്ങൾ ആദ്യം റിക്ഷ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആൾക്ക് 1000 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ പതുക്കെ എത്തുള്ളൂ, പിന്നെ കാശും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടാക്സി ചേട്ടൻ കയറിയിരുന്നു. എല്ലായിടത്തും സാർക്ക് കൺട്രീസിന് കാശ് കുറവ് കേട്ടോ. ഇവിടെ സാർക്ക് കൺട്രീസിന് 50 രൂപയുള്ളൂ, നമുക്കൊക്കെ ഇവർക്ക് 200 രൂപയാണ്. അപ്പോൾ അതേ ടിക്കറ്റ് തന്നിട്ടുണ്ട്, ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെ, ഒരെണ്ണം 200-ൻ്റെയും ഒരെണ്ണം 50-ൻ്റെയും. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ മാല, 2 മാല തന്നിട്ടുണ്ട് കഴുത്തിലിടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ആരും ഇടുന്നില്ല. ഇവിടെ സൈഡിലൊരു പോണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പോണ്ടിൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ മത്തങ്ങ അക്ഷരത്തിൽ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ കോയിൻ എറിയരുത്. ആ കുളത്തിൽ നിറച്ചും കോയിനാണ്. നോക്കിയേ, തിളങ്ങാണ് അതിൻ്റെ അടി കിടന്നിട്ട് കോയിൻ. നോട്ട് വരയിട്ടുണ്ട്, നോട്ടൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. സ്വയംഭൂനാഥ് മഹാചൈത്യ എന്നാണ് ശരിക്കും ഈ അമ്പലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ഫോറിനേഴ്സിനൊക്കെ ഇത് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ ഈ മങ്കി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നിറച്ചും കുരങ്ങന്മാരാണ്. അപ്പോൾ ഇവിടേക്ക് കിടക്കാൻ പല വഴികളുണ്ട് കേട്ടോ. ഈ കുന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് നടന്നു വരാവുന്ന ഒരു വഴിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ടാക്സിയിൽ വന്നുകൊണ്ടാണ് ഈ ഭാഗം വരെ എത്തിയത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തമിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, താമൽ എന്നാണ് ആ ഹോസ്റ്റലൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ നടന്നൊക്കെ വരാം. നടന്ന് കയറി വരാനുള്ള സ്റ്റെപ്സൊക്കെ ഉണ്ട്. അപ്പോൾ മുകളിലേക്ക് കുറേ നടന്ന് കയറാണ്ട് കേട്ടോ. നമ്മൾ ഈ നടന്നു വന്ന കാഠ്മണ്ഡു വാലി പണ്ടൊരു തടാകമായിരുന്നുവെന്നും അതിലൊരു താമരമൊട്ട് വിരിഞ്ഞ് ഈ കാണുന്ന കുന്നും അതിനു മുകളിലെ സ്തൂപം ഉണ്ടായെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. സ്വയംഭൂ അഥവാ സ്വയം ഉണ്ടായതെന്ന് അർത്ഥം. ഇന്ന് ഈ ടെമ്പിളിൽ കാണുന്ന സ്തൂപങ്ങളെല്ലാം പല കാലഘട്ടങ്ങളിൽ പണിഞ്ഞതാണ്. ചിലത് ക്രിസ്തുവിന് 400 മുതൽ 750 വർഷം മുൻപ് പണിഞ്ഞതാണെങ്കിൽ ചിലത് 17-ാം നൂറ്റാണ്ട്. ഒരു ടെമ്പിൾ കോംപ്ലക്സിന്റെ ഉള്ളിൽ ഇത്രയും സ്തൂപങ്ങൾ ഒരുമിച്ച് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണെങ്കിലും നേപ്പാളിലെ ഹിന്ദുക്കൾക്കിടയിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. വെള്ള പൂശിയ മെയിൻ സ്തൂപത്തിന്റെ മുകളിൽ ഗോപുരം പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. 20 കിലോ സ്വർണം പൂശിയ ഈ ഗോപുരത്തിൽ ബുദ്ധന്റെ കണ്ണും കണ്ണിന് താഴെ നേപ്പാളി ന്യൂമറിക്കിൽ 1 മൂക്കിന്റെ ആകൃതിയിൽ വരച്ചിട്ടുണ്ട്. അമ്പലം ഭയങ്കര രസമാട്ടോ. വലിയൊരു സ്തൂപയാണ്, വലിയ സ്തൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സ്തൂപയാണ്. അപ്പോൾ എൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സിറ്റിയുടെ വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. എന്ത് രസം നോക്കി ആ ഒരു ഭാഗം കാണിച്ചു തരാം. Sorry. It's okay. Careful. Cheers. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴല്ലോ കറണ്ട് പോയി. അപ്പോൾ എവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കറണ്ട് വന്നു. 2 വഴികളുണ്ട്. അപ്പോൾ അതിൽ താഴത്തേക്ക് ഇറങ്ങാൻ ഇവിടുന്ന് സ്റ്റെപ്പായിട്ടുള്ളൊരു വഴിയുണ്ട് കേട്ടോ. ഇടയിൽ ഒരു ചായ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്ലാസ് അവിടെ നിന്ന് കളയാനൊന്നും എവിടെയും ഒരു സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കയ്യിൽ പിടിച്ചേക്കാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഈ ഭാഗത്താണ് മോഹൻലാലും ജഗതിയും കൂടിയിട്ടുള്ള നമ്മുടെ അനശ്വരമാക്കിയ ഉണ്ണിക്കുട്ടനൊക്കെ കൂടിയിട്ട് ഒരു സീനുണ്ടല്ലോ. മോഹൻലാലും ഉണ്ണിക്കുട്ടനും കൂടി വർത്താനം പറഞ്ഞിരിക്കുക. മോഹൻലാൽ എന്തോ കത്ത് എഴുതുന്ന സമയത്ത് ജഗതി കത്തി വേഷത്തിൽ വരുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം ഈ ഒരു
ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നു അടുത്താട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിക്കീനെ കൺവിൻസ് ചെയ്ത് നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കുത്തനെ ഇറക്കാം കേട്ടോ, ശരിക്കും കുത്തനെ ഇറക്കമാണ്. അപ്പോൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും. ഈ ഭാഗത്ത് എവിടെയാണ് ഇപ്പോൾ അത് ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് നീ എന്താ ഈ കത്തി വേഷത്തിൽ നിന്ന് ചോദിക്കില്ലേ ജഗതി ഇങ്ങനെ കറുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ. ഞാനിത് കറുപ്പാണല്ലോ സെറ്റ്. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ലാലേട്ടനും ജഗതി ചേട്ടനും കൂടിയിട്ട് ഇരുന്നിട്ടുള്ള ആ അടിപൊളി സീൻ. അങ്ങനെ നടന്ന് ഞങ്ങളിത് തിരിച്ച് ഹോസ്റ്റലിൻ്റെ ഭാഗത്ത് എത്തി കേട്ടോ. ഹോസ്റ്റലിൻ്റെ ഭാഗത്ത് എത്തി. കുറേ ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ, ഏകദേശം 2 kilometers ഉണ്ടായിരുന്നു. 2 kilometers? 2 kilometers? 2 kilometers? 2? Yeah. 2? Yeah. Yeah. What 2? Yeah. We walked 2 kilometers. Yeah. Yeah? 2. Yeah. 2 kilometers. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. അതിൻ്റെ ഇടയിൽ കുറേ ചൈനയിലത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു കേട്ടോ. കുറേ നേരമായി നടക്കണം. അപ്പോൾ ഇവിടെ തിരിച്ച് ഹോസ്റ്റലിലെത്തി. ആൾ കാണുന്ന പോലെ അത്ര ചെറുപ്പമൊന്നുമല്ല കേട്ടോ, ഏകദേശം എൻ്റെ ഏജ് ഉണ്ട്. ഒരു മോളുണ്ട്, 5 വയസ്സുള്ളൊരു മോളുണ്ട്. 11 എന്നാണ് പേര്, മോളുടെ പേര്. 11? I'm talking about your baby. Yeah, 5 വയസ്സുള്ള 11 എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കായിരുന്നു. തിരിച്ച് ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. സമയം കിട്ടുകയാണെങ്കിൽ നാളെ ഇവിടുന്ന് പോകണം. പക്ഷേ സമയം കിട്ടുകയാണെങ്കിൽ നാളെ രാവിലെ കുറച്ച് ഭാഗം കൂടി കാഠ്മണ്ഡുവിനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. ആൾ റെസ്റ്റ് എടുക്കാൻ ഉറങ്ങാൻ പോകുന്നു. കുറേ നാളെ ക്ഷീണിച്ചു ഇത്ര. അപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മൊമോസ് മതിയാവില്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അതുവരെ ബൈ.